റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി GR അനിൽ. ക്യാബിനറ്റ് അറിയാതെയാണ് PM-ശ്രീ ഒപ്പിട്ടതെന്നാണ് വിമർശനം. ഒപ്പിടാനുണ്ടായ കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കണമെന്ന് മന്ത്രി GR അനിൽ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഇടതുപക്ഷ മതേതര മനസ്സുകൾ വലിയ ആശങ്കയിലാണെന്നും GR അനിൽ പറഞ്ഞു. CPIയുടെ പ്രതിഷേധവും വിയോജിപ്പും അല്ല ഇതിനകത്ത് പ്രശ്നം. കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ നയമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ എതിർത്ത നിലപാട്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് PM-ശ്രീ അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ എല്ലാം കേരളത്തിൽ ഉയർന്നു വന്നത്. അത് കേരളത്തിന്റെ ക്യാബിനറ്റിൽ ഒന്നിലധികം തവണ ആ വിഷയം ചർച്ചാ വിഷയമായി, എന്നാൽ മാറ്റിവെക്കുന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ക്യാബിനറ്റ് അറിയാതെ ഇന്ന് ഒപ്പിട്ടതായിട്ടാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെയും മന്ത്രിയുടെ വാക്കുകളിലൂടെയും മനസ്സിലാകുന്നത്. എന്താണ് അങ്ങനെ ഒപ്പിടാൻ വേണ്ടി തയ്യാറായത് എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. ആ വ്യക്തമാക്കിയതിനു ശേഷം മാത്രമേ ഇടതുപക്ഷ നിലപാടുകൾ കൂടുതൽ എന്താണെന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും. ഇതിലിപ്പോ വെസ്റ്റ് ബംഗാളുണ്ട്, തമിഴ്നാടുണ്ട്, രണ്ട് സർക്കാരുകൾ ഒരു മാതൃകയായിട്ടുണ്ട്. ഇതുവരെയും അവർ ഈ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടില്ല. കേരളത്തിലെ നിയമസഭ, അതുപോലെ ക്യാബിനറ്റ്, അവിടെയെല്ലാം നടന്ന ചർച്ചകൾ നമുക്കെല്ലാം അറിയാം. ക്യാബിനറ്റിൽ CPI മന്ത്രിമാരെന്നുള്ള മാത്രമല്ല, ക്യാബിനറ്റ് പൊതുവിൽ മാറ്റിവെച്ചൊരു വിഷയമാണ്. അപ്പോൾ അത് മാറ്റിവെച്ചത് എങ്ങനെ അംഗീകരിച്ച് ഒപ്പിട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണെന്ന് നമുക്കിതുവരെ അറിയില്ല. അങ്ങനെ അത് നമ്മൾ ബോധ്യപ്പെടണ്ടേ, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം ആദ്യം വ്യക്തമാക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത്. ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനിയൊരു ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ഫുൾ സ്റ്റാപ്പ് അല്ലല്ലോ. ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എങ്ങനെ ഒപ്പിട്ടു, എന്താണ് നമുക്കുള്ള ആശങ്കകൾ, ആ നയത്തിൽ വല്ല മാറ്റം വന്നോ എന്താണെന്ന് ആദ്യം വ്യക്തമായി വരട്ടെ. പാഠപുസ്തകത്തെ നിരന്തരം കാവ്യവൽക്കരിക്കുന്നതിനെതിരെ കൃത്യമായ നിലപാടെടുത്ത രണ്ട് പാർട്ടികളാണ് CPIയും CPM-ഉം. അത് ദേശീയ തലത്തിൽ തന്നെ. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് CPM-ന്റെ നിർണായകമായ ഒരു നീക്കം. ഇത് സാമ്പത്തികമായ പ്രതിസന്ധിയാണോ? സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ SSK ഫണ്ട് ഉൾപ്പെടെയുള്ളവ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ, ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെട്ടാണോ ഇങ്ങനെ ഒപ്പുവെച്ചത്? സാമ്പത്തിക പ്രയാസങ്ങൾ കേരളത്തിൽ എല്ലാ വകുപ്പും അനുഭവിക്കുന്നുണ്ട്. ഇപ്പം എന്റെ വകുപ്പ് തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 2000-ഓളം കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട്. എല്ലാ വകുപ്പിനും ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതും ഇതുമായി ബന്ധപ്പെടുത്താൻ മതി. ഇതൊരു ഇടതുപക്ഷ ഒരു പോളിസി ആയിട്ടുള്ള ഒരു എതിർപ്പാണ്. ഇതിൽ CPIയോ CPM-ഓ എന്നല്ല, ഇടതു മനസ്സുകളെല്ലാം, മതേതര മനസ്സുകളും പുരോഗമന മനസ്സും എല്ലാം വലിയ ആശങ്കയിലാണ്. സാമ്പത്തിക വിഷയം ചോദിക്കാൻ കാരണം ഈ ഇടതുപക്ഷ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന ഒരു വകുപ്പ് കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കം വരും, 336 സ്കൂളുകൾ തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ഒറ്റ കാരണത്തിൽ മാത്രമാണോ ഈ പദ്ധതി ഒപ്പിട്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇവിടെ PM-ശ്രീ നടപ്പാക്കിയിട്ടാണോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി? ഇന്നലെയും രാഷ്ട്രപതി പറഞ്ഞില്ലേ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും മാതൃകയാർന്ന വിദ്യാഭ്യാസ പുരോഗതിയാണ് കേരളം കൈവരിച്ചത്. 5000 കോടിയിലധികം രൂപ കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാൻ ചെലവഴിച്ചു എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുകയാണ്. സ്കൂളിന്റെ മുഖച്ഛായ മാറി. പ്രീ പ്രൈമറി സംവിധാനങ്ങൾ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അതെല്ലാം പണത്തിന്റെ കുറവുണ്ടെങ്കിൽ പോലും കേരളം ആ നിലയിൽ കൈവരിക്കുകയും ഒരു കുഞ്ഞു പോലും പഠിക്കാത്ത അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന സാഹചര്യം ഇല്ലാത്ത നാടായി കേരളത്തെ മാറ്റി. ലോകത്തിന് മാതൃകയാർന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരം, വിദ്യാഭ്യാസ നടപടികൾ PM-ശ്രീയിലൂടെ നേടിയൊന്നുമല്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആദ്യം PM-ശ്രീയിലേക്ക് ഒപ്പിട്ടതിന്റെ കാരണം എന്താണ് ക്യാബിനറ്റിലെ ഞങ്ങളെല്ലാം അറിയാതെ അദ്ദേഹം ഒപ്പിടാൻ വേണ്ടി പോയത് എന്ന് ആദ്യം അറിയിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പ്രതികരിക്കും. AVP നേതാക്കൾ അടക്കമുള്ളവർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഞാൻ അതൊന്നും പറയില്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. നമുക്ക് ആദ്യം അറിയട്ടെ. TV പ്രസാദിലേക്കാണ് ആദ്യം. പ്രസാദ്, CP എന്ത് തീരുമാനമെടുക്കും അറിയാൻ ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. 1 മണിയോടുകൂടി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുന്നു. എന്ത് തീരുമാനത്തിനാണ് സാധ്യത? മന്ത്രിമാരെ പിൻവലിക്കുമോ, മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമോ, അതോ പുറത്തുനിന്നുള്ള പിന്തുണ എന്ന തീരുമാനത്തിലേക്ക് വരുമോ, അതോ മുന്നണി വിടുമോ? ഇപ്പോൾ UDF-ൽ നിന്നടക്കം ക്ഷണത്തിന്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. എന്താണ് സൂചനകൾ നമുക്ക്? ഇതിലെന്ത് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്മൃതി. കാരണം സ്മൃതി ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം, ആ ചോദ്യങ്ങളെല്ലാം ഉയർത്തുന്ന നേതാക്കന്മാരുണ്ട്. ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കണം എന്നത് സംബന്ധിച്ച്. കാരണം ഇത് CPIയെ അപമാനിക്കുന്ന ഒരു തീരുമാനമാണ്. നമ്മൾ നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലോ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സമീപനമാണ്
CPIയോട് കാണിച്ചത് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ പിൻവലിപ്പിക്കണം, മന്ത്രിമാരെ രാജിവെപ്പിക്കണം. കാരണം വെറും 6 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 6 മാസം നമ്മുടെ മന്ത്രിമാരെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കുണ്ടാവുന്ന പവർ അത് മറ്റൊന്നായിരിക്കും എന്നുള്ളതാണ് നേതാക്കളിൽ ഒരു വിഭാഗം പറയുന്നത്. മന്ത്രിമാരെ പിൻവലിച്ചാൽ പോരാ, ഇങ്ങനെ നാണം കെട്ടിട്ട് എന്തിനാണ് ഈ മുന്നണിയിൽ തുടരുന്നത് എന്ന അഭിപ്രായമുള്ള നേതാക്കളുമുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് അങ്ങനെ മുന്നണിയിൽ നിന്ന് പുറത്തു പോവുകയോ മന്ത്രിമാരെ പിൻവലിക്കുകയോ ചെയ്യരുത്, പരസ്യമായ പ്രതിഷേധത്തിലേക്ക്, അതായത് ഈ വിദ്യാഭ്യാസ നയം വരാനിരിക്കുന്നത് വലിയ പ്രത്യാഘാതമാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്ന രീതിയിൽ അതിന് കൂട്ടുനിന്നത് CPIM ആണ് എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഇതിൽ ഏത് തീരുമാനത്തിലേക്കാണ് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ഓപ്ഷനുകളാണ് സ്മൃതി. ഉറപ്പായും ഒന്ന്, മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ് കടുത്ത തീരുമാനമാണെങ്കിൽ. അതിലും കടുത്തതാണെങ്കിൽ മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ളതാണ്. മൂന്നാമത്താണെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞതുപോലെ പരസ്യമായ പ്രചാരണം സർക്കാരിനെതിരെയും ഈ നയത്തിനെതിരെയും നയത്തിന്റെ ഭാഗമായി നടത്തുക എന്നുള്ളതാണ്. ഇതിൽ ഏതിനാണ് മുൻതൂക്കം കിട്ടുന്നത് എന്നുള്ളതാണ്, ഏത് വിഭാഗം പറയുന്നതാണ് അവസാനം തീരുമാനമായി വരിക എന്നുള്ളതാണ്. എന്തായാലും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി തന്നെയായ CPIയുടെ മുതിർന്ന നേതാവായ GR അനിൽ തന്നെ രംഗത്തെത്തിയത്. കടുത്ത ഭാഷയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും സ്വീകരിച്ച നയത്തിനെയും വിമർശിക്കണമെങ്കിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചന കൂടിയായി അതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരായിട്ട് ഇത്ര രൂക്ഷമായ വിമർശനം പരസ്യമായി മറ്റൊരു CPI നേതാവിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് CPI സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ടു മുമ്പ്. അതിനർത്ഥം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. സ്മൃതി, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, മന്ത്രിസഭാ യോഗത്തിൽ പോലും വന്ന് ഭിന്നത പരസ്യമായി പാർട്ടി അറിയിച്ച ഒരു വിഷയം, കഴിഞ്ഞ ദിവസം പോലും ബിനോയ് വിശ്വം പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞ ഒരു വിഷയം, ആ വിഷയത്തിൽ CPIയോട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് തുടർച്ചയായി CPIM ഉൾപ്പെടെ പറഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ചത് അത് CPIയുടെ മുഖത്തേറ്റ അടിയായിട്ടാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. വലിയൊരു വിഭാഗം അണികളും നിരാശയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ശക്തമായ നിലപാട് പാർട്ടി എടുത്തില്ല എങ്കിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ബഹുഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഏതിലേക്കായിരിക്കും ചർച്ച എത്തിച്ചേരുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. വെറും 6 മാസം മാത്രമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി മന്ത്രിമാരെ പിൻവലിച്ചാൽ അത് CPIക്ക് കിട്ടുന്ന വലിയ ക്രെഡിറ്റ് ആയിരിക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ അതിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല, മുന്നണി മര്യാദകളെല്ലാം ലംഘിച്ചു എന്ന് സംഭവം പുറത്തു വന്ന ഉടനെ പ്രതികരിച്ച ബിനോയ് വിശ്വം ഒരുപക്ഷെ ആ ഒരു തീരുമാനത്തിലെത്തുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ളത് RJD അടക്കമുള്ള ചെറുകക്ഷികൾക്കും ഇക്കാര്യത്തിൽ CPIMനോട് എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ.